ഹോട്ട് ക്രോസ് ബൺ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് പാല്, വാം മിൽക്കാണ്, ചെറിയ ഇളം ചൂട് പാലാണ്. ഇതിലോട്ട് പഞ്ചസാര, ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തത്, നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ എടുത്താലും മതി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ഈസ്റ്റ് ഇടാൻ പോവാണേ, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇട്ടു. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം, ഇളക്കിയിട്ട്, അല്ലെങ്കിൽ ബബിളി ആവുന്നത് വരെ. ഇത് റൈസിൻസ് ആണ്. അപ്പോൾ ഇത് ഡ്രൈ അല്ലയോ, അപ്പോൾ ഇതിനെ ഒന്ന് സോക്ക് ചെയ്യണം. ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി നല്ല തിളച്ച വെള്ളം അരക്കപ്പ് എടുത്തിട്ടുണ്ട്, ഇതിലോട്ട് ഒഴിക്കാൻ പോവാ. ഒരു 10 മിനിറ്റ് അത് ഇരിക്കട്ടെ. ഈസ്റ്റിന് മിക്സ് 10 മിനിറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും കൂടി ഇരിക്കട്ടെ. ഇതപ്പോഴത്തേനും കുതിരും. 10 മിനിറ്റ് ആയി. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഈസ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇതാ വേണ്ടത്. അപ്പോൾ അതുപോലെ റേസിൻസ് കുതിരാൻ ഇടുന്നുണ്ടായിരുന്നു. റേസിൻസും ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഇതിലോട്ട് ബട്ടർ ഒഴിക്കുകയാണ്, മെൽറ്റ് ചെയ്ത ബട്ടറാണ്. മുട്ട, 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണേ. ബട്ടറും മുട്ടയും ഈസ്റ്റ് മിക്സറിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിലോട്ട് സോൾട്ട്, സിനമൺ പൗഡർ, ജാതിക്ക പൊടിച്ചാണ്, നെറ്റ്മെഗ്, ഒരു 1/4 ടീസ്പൂൺ ഓൾ സ്പൈസ് എന്ന് വെച്ചാൽ നമ്മൾ മീറ്റിനൊക്കെ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടാവില്ല, അതല്ലേ ഒരു 1/4 ടീസ്പൂൺ ഇവിടെ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊരു അരിപ്പയ്ക്കകത്തിട്ട് അരിച്ചെടുക്കാമേ. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അതിനോട് ഒഴിച്ചാൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവാണേ. അപ്പോൾ ഇത് ഒരു 8 മിനിറ്റ് ആയി. ഞാൻ 8 മിനിറ്റാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ തൊടുമ്പോൾ കണ്ടോ, കയ്യെ പറ്റത്തില്ലേ, പക്ഷെ എന്നാൽ കുഴഞ്ഞ പോലെ ഇരിക്കുകയല്ല. ഇതാണ് പാകം, കയ്യെ പറ്റത്തില്ല. ഇതിലോട്ട് റേസിൻസ് ഇടണം. ഓറഞ്ചിൻ്റെ പീല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എല്ലാം കൂടെ കുഴയ്ക്കുമ്പോൾ ഇടേണ്ടതാണ്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇട്ടങ്ങ് കുഴയ്ക്കാമേ. നിങ്ങൾക്ക് ഇത് ഓപ്ഷനല്ല, നിങ്ങൾ ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ റേസിൻസ് സോക്ക് ചെയ്ത്, ഇപ്പം നല്ല സോക്കായിട്ട് കണ്ടില്ലേ, നല്ല മുഷിയായി, അതും ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഓറഞ്ച് പീലും റേസിൻസും കൂടി ഇട്ട് മിക്സ് ചെയ്തു. ഇതിനി ഒരു 1.5 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. ഡബിൾ സൈസ് ആവണം. ഞാൻ 1.5 മണിക്കൂർ ഇത് പൊങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇത് ഇനിമ ഒന്ന് കുഴച്ചൊന്ന് ഷേപ്പ് ചെയ്യാം. മാവ് തുക ഓയിൽ തേച്ച അല്ലെങ്കിൽ ബട്ടർ തേച്ച പാത്രത്തിലേക്ക് വയ്ക്കാം. സ്റ്റിക്കിയായിട്ട് തോന്നും, പക്ഷെ കയ്യിലൊന്നും പറ്റത്തില്ലേ. ഇതെല്ലാം ഇപ്പോൾ ഷേപ്പ് ചെയ്തു. ഇനിയും ഇത് 1 മണിക്കൂർ കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഇത് ഡബിൾ സൈസ് ആകുമ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞു, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ക്രോസ് വേണമല്ലോ, അതുകൊണ്ട് ഇച്ചിരി മാവ് കലക്കി ക്രോസ് ഉണ്ടാക്കാം. അതിന് മാവ് കലക്കാം. ഇത് 1/2 കപ്പ് മാവുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരിയും കൂടെ വേണേ, 1 ടീസ്പൂണും കൂടെ ഒഴിച്ചു വെള്ളം. ഞാൻ 1/4 കപ്പ് വെള്ളം പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ഇങ്ങനെ വീഴുന്നുണ്ട്. നമ്മളത് സിപ്പ് ലോക്ക് ബാഗിൽ കൂടെ സ്ക്വീസ് ചെയ്യാൻ വേണ്ടിയാണ്. 1 മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. നല്ലൊരു ബീറ്റ് ചെയ്യാം. എഗ് വാഷ് ചെയ്യുവാണേ. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നമുക്ക് കലക്കാം. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഈ ചെറിയ ചൂടോടെ തന്നെ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് തേക്കാം. അപ്പം നല്ലൊരു ഗ്ലേസിനെസ് കിട്ടുമേ. ഹോട്ട് ക്രോസ് ബൺ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെ നോക്കിക്കോ, ദേ എത്ര സോഫ്റ്റ് എന്നറിയാവോ. മുറിച്ചുണ്ടോ, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്നത് നിങ്ങളെ കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെയല്ല, നല്ല സോഫ്റ്റാണ്, ഡ്രൈ ഒന്നുമില്ല.
ഇത് നല്ല ടേസ്റ്റിയാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളുടെ ലിയോയുടെ ഫേവറേറ്റ് ആണ്. അപ്പം അവൻ ഇച്ചിരി കൊടുത്ത് നോക്കാം. വേറൊരു റെസിപ്പി വേണ്ടി വരാം.